ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 31 ബലിദർപ്പഹരണം. ശ്ലോകം 6. നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുചർഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തപച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈ അവതീകൃത്യ വിശ്വാണ്ഡപാണ്ഡം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം നിസ്സന്ദേഹം ദിതി കുലപദൗ ത്വയി അശേഷ അർപ്പണം തത് വാതന്വാനേ മുബുജുഹു ഋഷയഃ സാമരാഃ പുഷ്പവർഷം ദിവ്യം രൂപം തവച തത് ഇദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈഃ അവതീകൃത്യ വിശ്വ അണ്ഡപാണ്ഡം. അർത്ഥം: അസുര ചക്രവർത്തി നിസ്സന്ദേഹം തൻ്റെ സർവസ്വവും അങ്ങേക്കർപ്പിച്ചപ്പോൾ ദേവഗണങ്ങളും ഋഷികളും പുഷ്പവൃഷ്ടി നടത്തി. ലോകത്തിലുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കെ അങ്ങയുടെ ദിവ്യരൂപം വിശ്വാണ്ഡത്തിൻ്റെ ഉപരിഭാഗത്തോളം വളർന്നു. ശ്ലോകം 7. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോത്ഭവോസൗ കുണ്ടീതോയൈ അസിജതപുനാത് യജ്വലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനർദേഖേജരയുത്സവേസ്മിൻ ഭേരിം നിഗ്നം ഭുവനമജരജാമ്പവാൻ ഭക്തിശാലീ. പദം: ത്വത്പാദ അഗ്രം നിജപദഗതം പുണ്ഡരീക ഉദ്ഭവഃ അസൗ കുണ്ടീതോയൈ അസിജത് അപുനാത് യത് ജലം വിശ്വലോകാൻ ഹർഷ ഉത്കർഷാത് സുബഹു നനർദേ ഖേചരൈ ഉത്സവേ അസ്മിൻ ഭേരിം നിഘ്നൻ ഭുവനം അചരത് ജാമ്പവാൻ ഭക്തിശാലി. അർത്ഥം: മുകളിലെ ലോകത്തെ അളക്കാനായി മേലോട്ടുയർത്തിയ അങ്ങയുടെ പാദം സത്യലോകത്തിലെത്തിയപ്പോൾ പുണ്ഡരീക സംഭവനായ ബ്രഹ്മാവ് കമണ്ഡലുവിലെ ജലത്താൽ അത് കഴുകി. ആ ജലം പിന്നീട് ഗംഗാനദിയായി ഒഴുകി വിശ്വത്തെ ആകെ ശുദ്ധീകരിച്ചു. ഈ ഉത്സവവേളയിൽ ആകാശസഞ്ചാരികളായ സിദ്ധലോകം ഹർഷം പൂണ്ട് വളരെയേറെ നൃത്തം ചെയ്തു. ഭക്തശിരോമണിയായ ജാമ്പവാൻ ഭേരി നിസ്വനം മുഴക്കി ലോകം മുഴുവൻ ചുറ്റി നടന്നു. ശ്ലോകം 8. താവദ്ദൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധാഃ ദേവോപേതൈ ഭവതനുജരൈ സങ്കദാഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിദാസ്മാ കിം വോ യുദ്ധൈ ഇതി ബലിഗിരാതേത പാതാളമാപുഃ. പദം: താവത് ദൈത്യ തു അനുമതിം ഹൃദേ ഭർത്തു ആരബ്ധയുദ്ധാഃ ദേവ ഉപേതൈ ഭവത് അനുചരൈ സങ്കദാ ഭംഗം ആപൻ കാലാത്മാ അയം വസതി പുരതഃ യത് വശാത് പ്രാഗ്ജിതാഃ സ്മാ കിം വാ യുദ്ധൈ ഇതി ബലിഗിര തേ അഥ പാതാളം ആപുഹു. അർത്ഥം: അപ്പോൾ യജമാനൻ്റെ അനുമതി കൂടാതെ യുദ്ധത്തിനൊരുങ്ങിയ അസുരന്മാർ ദേവന്മാരുടെ സഹായത്തോടു കൂടി അങ്ങയുടെ ഭൃത്യന്മാരോട് ഏറ്റുമുട്ടി പരാജിതരായി തീർന്നു. യമരാജ സ്വരൂപനായ ഭഗവാൻ ഇപ്പോൾ മുൻപിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ പണ്ട് നമ്മൾ വിജയികളായി ജീവിച്ചു. ഇനി യുദ്ധം എന്തിന് എന്നീ പ്രകാരമുള്ള മഹാബലിയുടെ വാക്കുകേട്ട് അസുരന്മാർ പാതാളത്തിലേക്ക് മറഞ്ഞു. ശ്ലോകം 9. പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദീ താർത്തീകം ദിശമമപദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധനി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്ത്വം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. പദം: പാശൈബദ്ധം പദകപതിനാ ദൈത്യം ഉച്ചൈഃ അവാദീ താർത്തീകം ദിശ മമ പദം
കിം ന വിശ്വേശ്വരഃ അസി പാദം മൂർധനി പ്രണയ ഭഗവൻ ഇതി അകമ്പം വദന്തം പ്രഹ്ലാദഃ തം സ്വയം ഉപഗതഃ മാനയൻ അസ്തവീത്വാം. അർത്ഥം: പക്ഷീന്ദ്രനായ ഗരുഡനാൽ കയറുകൊണ്ട് ബന്ധിതനായ മഹാബലിയോട് അങ്ങ് ഉറക്കെ പറഞ്ഞു, 3 ലോകങ്ങൾക്ക് നാഥനായ അങ്ങ് എനിക്ക് 3-ാമത്തെ കാൽച്ചുവടിനുള്ള സ്ഥലം തന്നാലും. അത് കേട്ട്, ഹേ ഭഗവാനെ, 3-ാമത്തെ കാലടി എൻ്റെ ശിരസിൽ അർപ്പിക്കുക എന്ന് അചഞ്ചലനായി പറഞ്ഞ മഹാബലിയുടെ അരികിലെത്തിയ പ്രഹ്ലാദൻ അങ്ങയെ ബഹുമാനിച്ച് സ്തുതിച്ചു. ശ്ലോകം 10. ദർഭോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനരിധ്വന്യ ഗൃഹാബലിം തം വിപ്രൈ സന്താനിധമഘവരപ്പാഹി വാതാലേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം: ദർഭ ഉച്ഛിത്തൈ വിഹിതം അഖിലം ദൈത്യസിദ്ധഃ അസി പുണ്യൈ ലോകഃ തേ അസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജശ്ച പുനഃ ഇതി അന്വഗൃഹാ ബലിം തം വിപ്രൈ സന്താനിത മഖവരഃ പാഹി വാത ആലയ ഈശഃ. അർത്ഥം: ഹേ അസുര, അങ്ങയുടെ അഹങ്കാര ശമനത്തിനാണ് ഞാനിതെല്ലാം ചെയ്തത്. പുണ്യകർമ്മങ്ങൾ നിമിത്തം ജന്മസാഫല്യം നേടിയ അങ്ങ് സ്വർഗത്തേക്കാൾ മഹാത്മ്യമേറിയ സുതലലോകത്തിൽ വസിച്ചാലും അതിനുശേഷം അങ്ങയ്ക്ക് ഇന്ദ്രസ്ഥാനവും എൻ്റെ സായുജ്യവും ലഭിക്കും എന്നിപ്രകാരം പറഞ്ഞ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാൽ പൂർത്തിയാക്കപ്പെട്ട വിശ്വജിത് യാഗത്തോടുകൂടിയ അങ്ങ് മഹാബലിയെ അനുഗ്രഹിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, എന്നെയും അനുഗ്രഹിക്കണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.